ഇപ്പൊ കേരളക്കരയിൽ പല ഭാഗങ്ങളിലായി വലിയ ദുരന്തങ്ങളുണ്ടായി അല്ലേ? എല്ലാ പള്ളികളിൽ നിന്നും നമ്മൾ ദുആഇന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. മനുഷ്യനവൻ പടച്ചറബിനോട് ഏറ്റു പറയണം, റബ്ബേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റു പറയണം. വിപത്തുകൾ ഉണ്ടാകുന്ന കേരളക്കരയിൽ ഉടനീളം വിപത്ത് അല്ലേ? എത്ര ആളുകൾ കഴിഞ്ഞ വർഷം തീരദേശ പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായപ്പോ മലമുകളിൽ ഇരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടാകണം, അങ്ങക്ക് വിഷയമില്ല, കണ്ടോ മലയുടെ മുകളിലാണ്, അല്ലാഹ് ഇപ്രാവശ്യം ഉരുൾ പൊട്ടി, അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. മനസ്സിലാക്കണം. നമ്മൾ കരുതി വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ വരിക? താഴ്ന്ന പ്രദേശങ്ങളാ. ചിന്തിക്കാനാണ് ഈ പറയുന്നത് കേട്ടോ. ശരിക്കും ചിന്ത വരട്ടെ. വെള്ളത്തിന്റെ ഭീഷണി എവിടെയാ? താഴ്ന്ന പ്രദേശങ്ങളിലല്ലേ വരേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ വിട്ടിട്ട് നമ്മളെപ്പോലെ ഭൂമി വാങ്ങിക്കോ എന്ന് മനസ്സുകൊണ്ട് കരുതിയവർക്ക് ഇപ്രാവശ്യം കിട്ടിയ പണിയുണ്ടാവും. നിലമ്പൂര് ദേശം, വയനാട് ചുരം, വലിയ മേഖലകൾ വസിച്ചിരുന്നവർ, ഉയർന്ന ഭൂപ്രദേശത്ത് താമസിച്ചിരുന്നവർ, അവിടെ ഉരുള് പൊട്ടിയിട്ട് ഒന്നായിട്ട് അവിടുന്ന് വെള്ളത്തിൽ മൊത്തത്തിൽ മുടപ്പെട്ടു പോയി. മനസ്സിലാക്കണം. ചിന്തിക്കാനാണ്. മനുഷ്യന് ചിന്ത വരണം. അടുത്ത വർഷം ഇനി എങ്ങനെയാകുമോ? നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. നമുക്കറിയാം മുൻകാലങ്ങളിൽ സുനാമി ചെറുതായിട്ട് നടിച്ചാൽ മതി, അതും പോയി എല്ലാം പോയി, നമ്മളെല്ലാം പോകും. അല്ലാഹു കാക്കട്ടെ. പടച്ചറബ് തന്ന അദ്ദേഹം പറഞ്ഞു, ഏത് ഭാഗത്തുനിന്നാ വരുന്നത്? ഭൂമി പിളർത്തിയിട്ടാണോ വരുന്നത്? ആകാശത്തുനിന്ന് വരുന്നതാണോ? അവസാന കാലഘട്ടമോ പലതും ഉണ്ടാകും, ഒക്കെ സംഭവിക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, ഹദ്ദിസ്നി അനി സൽസലാ, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സിൽസാലുകളെ പറ്റി, ഭൂകമ്പങ്ങളെ പറ്റി, ദുരന്തങ്ങളെ പറ്റി, ഇത്തരത്തിലുള്ള പീഡിതമാകുന്ന പ്രയാസങ്ങളെ പറ്റി ഒന്ന് വിവരിച്ചു തരണേ ആയിഷ, ഒന്ന് വിവരിച്ചു തരണേ ഉമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാലത്ത് മഹദി അവറുകൾ പറയുകയാ, ഇദസ്തബാഹു അസ്സിനാ, വ്യഭിചാരം ഹലാലാക്കുന്ന കാലഘട്ടം കടന്നു വന്നാൽ, വ്യഭിചാരം സാർവത്രികമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം വന്നാൽ, വിവാഹേതര ലൈംഗിക ബന്ധത്തിന് പോലും അനുമതി വരുന്നതായ കാലഘട്ടം വന്നാൽ, ഇത്തരത്തിലുള്ള വിപത്തുകളെ പ്രതീക്ഷിക്കണേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ എന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ആര് പറയാൻ? ആയിഷ ബീവി പറയാ. ഭാര്യ പറയാ, ഭർത്താവാകുന്ന മുത്തനബി പറഞ്ഞത് എന്ത്? വ്യഭിചാരം സാർവത്രികമായാൽ ജനങ്ങൾ അതിങ്ങനെ ഹലാലാക്കി, അതൊന്നും വിഷയമല്ല. കൂൾ മൈൻഡ്, അത് തന്നെയാണ് മൊത്തത്തിൽ. അത് തന്നെയാണ് ഞാനതാ പറഞ്ഞു. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇവിടുന്ന് വണ്ടി കയറി ഡൽഹി റെഡ് സീറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് റാഹത്തായിട്ട് തിരിച്ചു വരുന്ന പരിപാടി അല്ല ഈ പറഞ്ഞത്. പിന്നെ ഏതാണ്? കണ്ണുണ്ട്, കാതുണ്ട്, കൈക്കുണ്ട്, ഈ വ്യഭിചാരങ്ങൾ അത് സാർവത്രികമാണ്. സമൂഹത്തിൽ വല്ലാതെ നടക്കുന്നത്. ഞാൻ പറയാം, മൊബൈൽ ഫോണിലൂടെ, വാട്സാപ്പും ഫേസ്ബുക്കിലൂടെയും അശ്ലീല ചാറ്റിങ്ങിലൂടെയും ഒക്കെ നടക്കുന്നത്. അല്ലാഹു ആക്കട്ടെ. ഒരാൾ തന്നെ 5 കണക്ഷനൊക്കെ ആയിട്ട് നടക്കുന്ന കോമുണ്ട്. 5 സിം 15 സിം ഒക്കെ ആയിട്ട് നടക്കുന്ന സഹോദരിമാരുണ്ട്. എത്ര ആളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്? എത്ര സഹോദരിമാരെ നമ്മുടെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കേസുകളുണ്ട്. കാളെ ഞാൻ ഇലുഭ്യരാക്കുന്നില്ല, ഇപ്പൊ അതൊക്കെ പറയാൻ പോയ വേറെ രീതിക്ക് പോകും. 40-50 വയസ്സെത്തിയതായ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്ന സഹോദരിമാർ അവസാനം പിടിക്കപ്പെട്ടപ്പോ 5 മൊബൈൽ ഫോൺ, 15 സിം, ഇത്ര ഉള്ളു. ഖുർആനില്ല അവരുടെ കയ്യില്. നമുക്കൊന്നും അതില്ലല്ലോ. നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഒന്നും ഇല്ലാത്തതിന്റെ അവസ്ഥയാണ് ഇതൊക്കെ. സ്വന്തമായിട്ട് ഖുർആൻ ആരാ ഓതുന്നത്? ഇന്നിപ്പോ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? ഉയർത്താനല്ല, എത്ര പേർക്ക് പറ്റും? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം. ഇദാ വഖഅത്തിയ സൂറത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ പാരായണം ചെയ്ത എത്ര സഹോദര സഹോദരിമാരുണ്ട്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതല്ലയോ, അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിയ, സ്ത്രീകളെ നിങ്ങൾ പഠിപ്പിക്കണേ സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി കൽപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്ത്രീകളോട് പ്രത്യേകം പറയാൻ.
എന്താ പുരുഷന്മാര് വേണ്ടേ? അല്ല, പുരുഷന്മാര് കച്ചവടത്തിന് വേണ്ടി പോകുന്നു. വീട്ടിലിരിക്കുന്ന സഹോദരിമാർ വെറുതെ ഇരിക്കണ്ട, സൂറത്തുൽ വാഖിഅ ഓത്. കാരണം കച്ചവടത്തിൽ കടയിൽ ആള് കയറണമെങ്കിൽ നമ്മളിവിടെ ഓതണം. ഇത് ഓതരുമില്ല, ഒന്നുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ദിക്റും ഔറാദും എടുത്തിട്ടുണ്ടോ രക്ഷപ്പെടും, ഉറപ്പാണ്. പടച്ച തമ്പുരാൻ ഉയർത്തും, തീർച്ചയാണ്. വിപത്തുകളിൽ നിന്ന് പടച്ച തമ്പുരാൻ സലാമത്ത് നൽകും, എല്ലാ വിപത്തുകളും നൽകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയതാണ്, നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് നിന്റെ കാതുകളെ, നിന്റെ കണ്ണുകളെ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ചെയ്ത 2 അവയവങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഭാഗ്യം ചെയ്ത 2 അവയവങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കണ്ണ്, മറ്റൊന്ന് നാവ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടും ഭാഗ്യമുള്ള അവയവമാണ്. ബാക്കിയൊന്നും ഭാഗ്യമില്ല എന്നർത്ഥത്തിലല്ല, ബാക്കിയൊക്കെ ഭാഗ്യമുണ്ടെങ്കിലും ഇത്രത്തോളം ഭാഗ്യമില്ല. എന്താണ് ഞാൻ പറഞ്ഞുതരാം, ഭയങ്കര ഭാഗ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗാവകാശികൾക്ക് അടുക്കൽ സ്വർഗത്തിൽ കഴിയുന്നതായ ആളുകൾ ആ സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് ആദ്യമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആഹാരമേതാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ് മാ അവ്വലുമായ ഉകുലു അഹ്ലുൽ ജന്ന. സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ്. കരൾ റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ല, വലിയ മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരും. മീൻ ഇഷ്ടമുള്ളവരാരാ? എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. നാളെ സ്വർഗാവകാശികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? കബദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. കരള് എനിക്കിഷ്ടമല്ല, ഞാൻ മറ്റേ ചൂര പോലും കൂട്ടത്തില്ല, കാരണം അതിനകത്ത് ഈ കരളിന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എന്ന് പറയുന്ന സഹോദരിമാരുണ്ടാവും. സ്വർഗമാണെന്ന് കരുതിക്കോണത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഫുഡാണ്. സ്വർഗത്തിൽ കടക്കണ്ടേ? ആഗ്രഹമുള്ളവരൊന്ന് കൈയുയർത്തിക്ക്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു തഅ്വാ ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാപ്പന ദേശത്ത് സാദിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹബ്ബീങ്ങളുണ്ട്. അല്ലാഹു ആ മഹബ്ബത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ ആഴ്ചയും അവരെ സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് ഈ സദസ്സിന് മുമ്പാകെ ഒരാൾ പറയുകയുണ്ടായി, എന്നോട് ഉണർത്തുകയുണ്ടായി. അല്ലാഹു അവരുടെയൊക്കെ സിയാറത്ത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.